കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളെ പ്രവചിച്ചിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ കൊടിക്കുന്നിൽ സുരേഷ്. കേരളത്തിൽ ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാമെന്ന് ഇടതുപക്ഷം സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ടതില്ലെന്നാണ് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കിയത്. ജനവിരുദ്ധ നയങ്ങളും അഴിമതിയും കൊണ്ട് വശം കെട്ട കേരള ജനത LDF സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഭരണ തുടർച്ചയുടെ പേരിൽ ജനങ്ങളെ വഞ്ചിച്ച സർക്കാരിനുള്ള കടുത്ത മുന്നറിയിപ്പാണ് ജനങ്ങൾ നൽകിയത്. 2031 ഐക്യജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും സംസ്ഥാനത്ത് UDF തുടർഭരണം ഉറപ്പാക്കുമെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. കേരളത്തിൽ 5 വർഷം മാത്രം ഭരിച്ചു പിരിയുന്ന ഒരു താൽക്കാലിക പ്രതിഭാസമായിരിക്കില്ല UDF ഗവൺമെന്റ് എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജനക്ഷേമ സങ്കല്പങ്ങൾക്കും വികസനത്തിനും മുൻഗണന നൽകിക്കൊണ്ട് തുടർച്ചയായി കേരളം ഭരിക്കുന്ന ഒരു ശക്തമായ ഭരണ സംവിധാനമായിരിക്കും UDF കാഴ്ചവെക്കുക. ഇടതുപക്ഷ മുന്നണി പരാജയപ്പെട്ടതോടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഇനി ഭരണം പിടിക്കാമെന്ന വ്യാമോഹവുമായി നടക്കേണ്ട കാര്യമില്ലെന്നും പിണറായി വിജയൻ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ തന്നെ ഇരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പരിഹസിച്ചു. ആ ദൃശ്യങ്ങളിലേക്കൊന്ന് കടക്കാം. പാർട്ടിയും ഗവൺമെന്റും രണ്ടും രണ്ടല്ല. പാർട്ടിയും ഗവൺമെന്റും ഒന്നായി മുന്നോട്ട് പോകും. തീർച്ചയായും പാർട്ടിയും ഗവൺമെന്റും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം 5 വർഷം ഭരിച്ചിട്ട് 2031 ആകുമ്പോൾ ഭരണം വീണ്ടും CPM കൊടുക്കാനല്ല. 2031 വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും UDF മാറി LDF ഭരണം കൊടുക്കാനല്ല നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ അസന്നിഗ്ധമായി പറയുന്നു, നമ്മുടെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, തുടർ ഭരണം ഈ ഗവൺമെന്റ് 5 വർഷം കൊണ്ട് അവസാനിക്കുന്ന ഗവൺമെന്റ് ആയിരിക്കില്ല, തുടർച്ചയായി കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും UDF ഗവൺമെന്റ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റുകാർ ഭരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ LDFകാർ ഇനി സ്വപ്നത്തിൽ പോയി കേരളത്തിൽ അധികാരത്തിൽ വരാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതനുസരിച്ച് തുടർ ഭരണവുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും. അതാണ് നേരത്തെ പറഞ്ഞത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തന്നെ അദ്ദേഹം അവിടെ ഇരിക്കും. കേരളം UDF ഭരിക്കും. അതിന് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി, വ്യക്തമായ പദ്ധതികളോടുകൂടി, വ്യക്തമായ രൂപരേഖകളോടുകൂടിയാണ് നമ്മുടെ ഗവൺമെന്റ് തുടക്കം കുറിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പുതുയുഗ യാത്രയിൽ അതിന്റെ നായകരായിരുന്ന ശ്രീ VD സതീശൻ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകളുണ്ട്. വിസ്മയകരമായ മാറ്റങ്ങൾ കേരളത്തിൽ UDF അധികാരത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പൂച്ചപെട്ട് കിടക്കുന്ന ഖജനാവിനെ പണം കൊണ്ട് നിറച്ച് ആ പണം കൊണ്ട് കേരളത്തിൽ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി അന്ന് പൊതുയാത്ര നയിക്കുമ്പോൾ പ്രഖ്യാപിച്ചുവെങ്കിൽ അതൊന്നൊന്നായി നടപ്പാക്കുന്ന തീരുമാനങ്ങളാണ് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ജനങ്ങൾ വളരെ പ്രതീക്ഷയിലാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെന്റ് വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുവാൻ പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെന്റാണെന്ന് ഈ ഗവൺമെന്റ് തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗവൺമെന്റിന്റെ UDF സർക്കാരിന്റെ നേട്ടങ്ങൾ അത് ജനങ്ങളിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. വികസന പ്രവർത്തനങ്ങൾ അത് ജനങ്ങളിൽ എത്തിക്കുന്നു, ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നുവെന്ന ആ ഒരു ഉത്തരവാദിത്വം തീർച്ചയായും നമുക്ക് ഏറ്റെടുക്കാനുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയും പ്രതിപക്ഷവും വെറുതെ ഇരിക്കില്ല. അവർ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന്റെ 3-ാം ദിവസം സമരം നടത്തിയവരാണ്. ഈ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 3-ാം ദിവസം സമരവുമായിട്ട് വന്നു ഇവിടെ തുളസിക്കരി എറണാകുളത്തെ പാലിയത്തിങ്കര. അവിടെ ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് 6-7 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 3-ാം ദിവസം ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഷെഡ് കെട്ടിയവരാണ് ഇവിടുത്തെ മാർക്സിസ്റ്റുകാർ. 10 വർഷം കേരളത്തിൽ അധികാരത്തിൽ നിന്നിട്ട് പാലിയത്തിങ്കര പ്രദേശത്തെ അവിടുത്തെ കുടിയൊഴിപ്പിന് പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയാത്തവർ അധികാരം നഷ്ടപ്പെട്ടതിന്റെ 3-ാം ദിവസം ഷെഡ് കെട്ടി അവിടെ സമരം നടത്തിയെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ്? അവര് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ഭ്രാന്ത് പിടിച്ചതുപോലെ എവിടെ എല്ലായിടത്തും സമരവുമായി മുന്നോട്ട് പോയി. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നു.